നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ തവണ പ്രിലിമിനറിക്ക് ചോദിച്ചിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. കെപ്പൻസിന്റെ നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ, അതായത് അദ്ദേഹത്തിന്റെ കാലാവസ്ഥാ മേഖലകളുടെ ഡിവിഷനെ പറ്റിയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ആഴ്ച യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കാലാവസ്ഥ എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു ITCSED പോലെയുള്ള കാര്യങ്ങൾ, ജെറ്റ് സ്ട്രീമുകൾ, ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീമുകൾ, അതുപോലെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്, ഇന്ത്യയിലെ കാലാവസ്ഥ, ഋതുക്കള്, അതുപോലെ മൺസൂൺ കാറ്റുകളെ പറ്റി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ചോദ്യമായിരുന്നു കെപ്പൻ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖല. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ചോദ്യം മാത്രമേ പറയുന്നുള്ളൂ. കംപ്ലീറ്റ് പഠിച്ചിട്ട് പോവുക. ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. അപ്പൊ നോക്കാം, ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ പൊതുവായി മൺസൂൺ കാലാവസ്ഥയാണെങ്കിലും വിവിധ കാലാവസ്ഥാ ഘടകങ്ങളുടെ സമന്വയം പ്രാദേശിക തലത്തിൽ കാലാവസ്ഥയ്ക്ക് ധാരാളം വ്യത്യാസം വരുത്താറുണ്ട്. അപ്പൊ പൊതുവെ ഇന്ത്യയിൽ എന്താണ് കാണുന്നത്? മൺസൂൺ കാലാവസ്ഥയാണ് അല്ലെ. എന്നാൽ കാലാവസ്ഥയെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പ്രാദേശിക തലത്തിൽ പ്രാദേശിക തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ സ്ഥലം പല പല സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ആ പ്രാദേശിക വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കാലാവസ്ഥ മാറാറുണ്ട്. ഇപ്പൊ മൂന്നാർ പോലെയുള്ള ഏരിയയിൽ, ഹില്ലി ഏരിയയിലാണെങ്കിൽ അവിടെ ഒരു കാലാവസ്ഥ, ഇനി വരണ്ട പ്രദേശമാണെങ്കിൽ അവിടെ ഒരു കാലാവസ്ഥ, തീരപ്രദേശമാണെങ്കിൽ അവിടെ ഒരു കാലാവസ്ഥ. അതാണ് ഈ പ്രാദേശിക കാലാവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാദേശിക വ്യത്യാസങ്ങളാണ് മൺസൂൺ കാലാവസ്ഥയുടെ ഉപവിഭാഗങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത്. ഇതിനനുസരിച്ചാണ് കാലാവസ്ഥാ മേഖലകൾ നിർണ്ണയിക്കുന്നത്. അപ്പൊ കെപ്പൻ മാതൃക പ്രകാരം എന്താണ് പറയുന്നത്? കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ വിവിധ മേഖലകളെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. വിവിധ കാലാവസ്ഥാ ഘടകങ്ങളുടെ കൂടിച്ചേരൽ മൂലമാണ് സമാന സ്വഭാവ സവിശേഷതയുള്ള കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നത്. അതായത് പല ക്ലൈമറ്റിന്റെ ഫാക്ടേഴ്സ് കൂടി ചേരുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അങ്ങനെയാണ് കാലാവസ്ഥാ മേഖല രൂപം കൊള്ളുന്നത്. ഈ കാലാവസ്ഥാ വർഗീകരണ മാതൃകകളിലും നിർണായകമായി പരിഗണിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാ? അന്തരീക്ഷ മർദ്ദവും മഴ ലഭ്യതയും. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ്? കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, രണ്ട് മഴയുടെ ലഭ്യതയാണ്. എത്രത്തോളം ഒരു പ്രദേശത്ത് മഴ ലഭിക്കുന്നു, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം എത്രയാണ്. ഈ രണ്ട് ഫാക്ടേഴ്സ് പ്രകാരമാണ് നമ്മൾ കാലാവസ്ഥാ വർഗീകരണ മാതൃക അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖലകൾ തരംതിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കെപ്പന്റെ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണമാണുള്ളത്. 8 കാലാവസ്ഥാ മേഖലകളുണ്ട്. അത് ഏതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ അത് ഏതൊക്കെ പ്രദേശങ്ങളിലാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് AMW. എന്താണ് AMW എന്ന് വിളിച്ചു? എന്താ അത്? പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയുള്ള മൺസൂൺ കാലാവസ്ഥ. പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയ മൺസൂൺ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോവയ്ക്ക് തെക്ക് ഇന്ത്യയുടെ പശ്ചിമ തീരം, അത് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ AMW പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയുള്ള മൺസൂൺ കാലാവസ്ഥ ഉള്ളത്. ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമ തീരത്താണ് ഇത് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി AS എന്ന് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തത് വരണ്ട വേനലോട് കൂടിയുള്ള മൺസൂൺ കാലത്തെയാണ്. എന്താണ്? വരണ്ട വേനലോട് കൂടിയ മൺസൂൺ കാലം AS എന്ന് വിളിച്ചു. അതെവിടെയാണ്? തമിഴ്നാടിന്റെ കോറോമാണ്ടൽ തീരത്താണ് ഇതെന്ന് പറഞ്ഞു. AW എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണമേഖല സാവന്ന, ട്രോപ്പിക്കൽ സാവന്ന എന്ന് വിളിച്ചു. ഇത് ദക്ഷിണായന രേഖയ്ക്ക് തെക്കുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ മിക്കവാറും ഭാഗങ്ങൾ. നമുക്കറിയാം ഇന്ത്യയുടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഉപദ്വീപീയ പീഠഭൂമി ഇവിടെയാണ്, ദക്ഷിണായന രേഖ ഇവിടെ കൂടെ പാസ് ചെയ്യുന്നു. അതിന്റെ തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടാണ് പീഠഭൂമിയുടെ മിക്ക ഭാഗങ്ങളിലും ഉഷ്ണമേഖല സാവന്നയാണ്, ട്രോപ്പിക്കൽ സാവന്ന റീജിയൻ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ BSHW അർദ്ധ മരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ. അത് ശരിക്കും നമുക്ക് അർദ്ധ മരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ എവിടെയാണ്? ഗുജറാത്തിലും രാജസ്ഥാനില് പഞ്ചാബിന്റെ ചില ഭാഗങ്ങളിലൊക്കെ എന്താണ്? അർദ്ധ മരുഭൂമിയാണ്, സെമി അരിഡ് ഏരിയ ആണെന്ന് പറയാം. സെമി അരിഡ് ആണ് കേട്ടോ. ആ കാലാവസ്ഥ സ്റ്റെപ്പി കാലാവസ്ഥ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഇനി BWHW, ഇവിടെ ശ്രദ്ധിക്കുക, BS അല്ല, S എന്ന് പറയുമ്പോൾ സെമി അരിഡ് റീജിയൻ വരും. BWHW എന്ന് പറയുമ്പോൾ അവിടെ ഉഷ്ണ മരുഭൂമിയാണ് വരുന്നത്. അതെവിടെയായിരിക്കും? പശ്ചിമ രാജസ്ഥാനിലാണ് ഉഷ്ണ മരുഭൂമി വരുന്നത്. ഇനി CWG എന്ന് പറയുന്നത് വരണ്ട ശൈത്യകാലത്തോടു കൂടിയുള്ള മൺസൂൺ കാലം. അത് ശരിക്കും എവിടെയാ വരുന്നത്? ഗംഗാ സമതലത്തിലും രാജസ്ഥാന്റെ കിഴക്ക് ഭാഗത്ത്, മധ്യപ്രദേശിന്റെ വടക്ക് ഭാഗത്ത്,
വടക്കു കിഴക്കൻ ഇന്ത്യയുടെ മിക്കവാറും ഭാഗങ്ങൾ, നോർത്ത് ഈസ്റ്റ് ഭാഗം ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും എന്താണ് വരണ്ട ശൈത്യകാലത്തോടു കൂടിയുള്ള മൺസൂൺ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? CWG എന്ന് റെപ്രസെന്റ് ചെയ്തു. അതുപോലെ DFC എന്ന് വിളിച്ചത് ചെറുവേനലോട് കൂടിയുള്ള തണുത്ത ശൈത്യകാലമാണ്. ചെറിയ വേനലോട് കൂടിയുള്ള തണുത്ത ആർദ്ര ശൈത്യകാലത്തെ അദ്ദേഹം പറഞ്ഞു അത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണെന്ന് പറഞ്ഞു. ഇനി ക്യാപിറ്റൽ F എന്താണ്? ധ്രുവീയ കാലാവസ്ഥയാണ്. അത് എവിടെയായിരിക്കും ശരിക്കും? നല്ല തണുപ്പ് എവിടെയാ? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഭാഗത്താണ് F അഥവാ ധ്രുവീയ കാലാവസ്ഥ. ഫ്രീസ് എന്ന് ഓർക്കുക, ധ്രുവീയ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അപ്പൊ ഇത്രയും ഈ 8 രീതിയിലാണ് അദ്ദേഹം കെപ്പൻ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. AMW പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയ മൺസൂൺ കാലാവസ്ഥ. AS എന്താണ്? വരണ്ട വേനലോട് കൂടിയ മൺസൂൺ കാലം. AW എന്താണ്? ഉഷ്ണമേഖല സാവന്ന. BSHW എന്താണ്? അർദ്ധമരുഭൂമി, അവിടെ സ്റ്റെപ്പി കാലാവസ്ഥ. BWHW എന്താണ്? ഉഷ്ണ മരുഭൂമിയാണ്. CWG എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണ്ട ശൈത്യകാലത്തോടു കൂടിയുള്ള മൺസൂൺ. DFC എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുവേനലോട് കൂടിയുള്ള തണുത്ത ആർദ്ര ശൈത്യകാലം. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവീയ കാലാവസ്ഥ. ഇതാണ് 8 കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം കാലാവസ്ഥ ഉപവിഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നോക്കാം. കാലാവസ്ഥാ വർഗീകരണം ഒരു സങ്കീർണമായ ഉദ്യമമാണ്. പലതരം കാലാവസ്ഥാ വർഗീകരണ മാതൃകകൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥാ വർഗീകരണ മാതൃകയാണ് കെപ്പന്റെ കാലാവസ്ഥാ വർഗീകരണ മാതൃക. ശ്രദ്ധിക്കുക, കെപ്പൻ മാതൃക പ്രതിമാസ ഊഷ്മാവിന്റെയും മഴ ലഭ്യതയുടെയും അളവ് അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. കെപ്പൻ മാതൃക പ്രകാരം പ്രതിമാസ ഊഷ്മാവ്, എന്താ ഈ പ്രതിമാസ ഊഷ്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസത്തെ ഊഷ്മാവ്, അവിടുത്തെ ടെമ്പറേച്ചറും ആ സ്ഥലത്തെ മഴ ലഭ്യതയുടെയും അളവ് അടിസ്ഥാനമാക്കിയാണ് കെപ്പൻ മാതൃക തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണ് കെപ്പൻ മാതൃകയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കാലാവസ്ഥാ മേഖലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നോക്കുക, കെപ്പൻ 5 പ്രധാന കാലാവസ്ഥാ ഉപവിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. 5 ആയിട്ട് അദ്ദേഹം കാലാവസ്ഥാ ഉപവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നെന്താണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ്. എന്താണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ? അതായത് ശരാശരി പ്രതിമാസ ഊഷ്മാവ് വർഷം മുഴുവൻ 18 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഉഷ്ണമേഖലാ കാലാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ അദ്ദേഹം ചെയ്തിരിക്കുന്നത്? പ്രതിമാസ ടെമ്പറേച്ചർ, ഓരോ സ്ഥലത്തെയും പ്രതിമാസ ഊഷ്മാവിന്റെയും അവിടുത്തെ മഴ ലഭ്യതയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം 5 കാലാവസ്ഥ ഉപവിഭാഗങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് എന്ന് പറയും. എന്താ അതിന്റെ പ്രത്യേകത? ശരാശരി പ്രതിമാസ ഊഷ്മാവ്, ഓരോ മാസത്തെ ഊഷ്മാവ് അവിടുത്തെ എടുക്കുന്ന സമയത്തെ ആ ശരാശരി ചൂട് എന്ന് പറയുന്നത് വർഷം മുഴുവനും എപ്പോഴും എത്രയായിരിക്കും? 18 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളെ അദ്ദേഹം വിളിച്ചു ഉഷ്ണമേഖലാ കാലാവസ്ഥാ പ്രദേശങ്ങൾ. മനസ്സിലായല്ലോ? ഇനി നോക്കുക, വരണ്ട കാലാവസ്ഥ അഥവാ ഡ്രൈ ക്ലൈമറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? താപനിലയിലേക്കാളും മഴ ലഭ്യത കുറവായതിനാൽ വരൾച്ച അനുഭവപ്പെടുന്നു. വരണ്ട അവസ്ഥ കുറവാണെങ്കിൽ അർദ്ധമരുഭൂമി കാലാവസ്ഥയും വരൾച്ച കൂടുതലാണെങ്കിൽ മരുഭൂമി കാലാവസ്ഥയുമായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു ഉഷ്ണമേഖലാ കാലാവസ്ഥ. ഏതൊക്കെ പ്രദേശങ്ങളിലാണോ പ്രതിമാസ ഊഷ്മാവ് 18 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ, അതായത് പ്രതിമാസ ഊഷ്മാവ് വർഷം മുഴുവൻ 18 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള പ്രദേശങ്ങളെ അദ്ദേഹം ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്ന് വിളിച്ചു. ഇനി 2, ഡ്രൈ ക്ലൈമറ്റ്, വരണ്ട കാലാവസ്ഥ. അതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ താപനിലയെക്കാളും മഴ ലഭ്യത കുറവാണെങ്കിൽ, താപനില ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, പക്ഷെ അവിടുത്തെ മഴ കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും അനുഭവപ്പെടുന്നത്? വരൾച്ച അനുഭവപ്പെടും. താപനില ഇങ്ങനെ തന്നെ നിൽക്കുന്നു, അവിടെ മഴ ലഭിക്കുന്നതും ഇല്ല. അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞു വരണ്ട അവസ്ഥ കുറവാണെങ്കിൽ, അതായത് അവിടുത്തെ വരൾച്ച കുറവാണെങ്കിൽ അത് സെമി അരിഡ് കാലാവസ്ഥ. എന്താണ് സെമി അരിഡ്? അർദ്ധമരുഭൂമി. അതിനെ നമ്മൾ S എന്ന് അദ്ദേഹം വിളിച്ചു, ക്യാപിറ്റൽ S എന്ന് വിളിച്ചു. ഇനി വരൾച്ച അവിടെ കൂടുതലാണെങ്കിലോ അതിനെ അരിഡ് എന്ന് വിളിച്ചു, അഥവാ മരുഭൂമി പ്രദേശം എന്ന് വിളിച്ചു, അല്ലെങ്കിൽ മരുഭൂമി കാലാവസ്ഥ എന്ന് വിളിച്ചു. അതിനെ അദ്ദേഹം W എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഒന്നുകൂടെ പറയാം, ഡ്രൈ ക്ലൈമറ്റിനെ അദ്ദേഹം വരണ്ട അവസ്ഥ കുറവാണെങ്കിൽ സെമി അരിഡ്, അതിനെ ക്യാപിറ്റൽ S കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഈ വരൾച്ച കൂടുവാണെങ്കിൽ അതിനെ മരുഭൂമി കാലാവസ്ഥ, അരിഡ് എന്ന് വിളിച്ചു, അതിനെ W എന്ന് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തു. ഇനി മൂന്നാമത്തത് എന്താണ്?
ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. എന്ത് വിളിച്ചു? ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ് എന്ന് വിളിച്ചു. അതായത് ശൈത്യമേറിയ മാസത്തിൽ ശരാശരി ഊഷ്മാവ് 18 ഡിഗ്രി സെൽഷ്യസിനും -3 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണെങ്കിൽ, ശൈത്യമേഖല മീൻസ് തണുപ്പുള്ള കാലാവസ്ഥ, അല്ലെ തണുപ്പുള്ള മാസം. ഇപ്പൊ കേരളത്തിൽ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി മാസം തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പൊ ആ മാസങ്ങളിലെ ശരാശരി ഊഷ്മാവ് 18 ഡിഗ്രി സെൽഷ്യസിനും -3 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണെങ്കിൽ ആ കാലാവസ്ഥയെ അദ്ദേഹം വിളിച്ചു ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. ഇനി ശീതമിതോഷ്ണ കാലാവസ്ഥ, കൂൾ ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ഉഷ്ണമേറിയ മാസത്തിലെ ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലും ശൈത്യമേറിയ മാസത്തിലെ ശരാശരി താപനില -3 ഡിഗ്രി സെൽഷ്യസിലും കുറവായിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ശീതമിതോഷ്ണ കാലാവസ്ഥ. ഉഷ്ണമേറിയ മാസം, നമ്മുടെ കാര്യം ആലോചിക്കാം. ഇപ്പം മാർച്ച്, ഏപ്രിൽ ആ ഒരു മാസം, അല്ലെങ്കിൽ ഫെബ്രുവരി, മാർച്ച് മാസം ഉഷ്ണമേറിയ മാസമാണ്. ആ സമയത്തെ ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കണം. ശൈത്യമേറിയ മാസത്തിലെ ശരാശരി താപനില -3 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിരിക്കണം. അതിനെ, ആ കാലാവസ്ഥയെ നമ്മൾ ശീതമിതോഷ്ണ മേഖല അല്ലെങ്കിൽ കൂൾ ടെമ്പറേറ്റ് ക്ലൈമറ്റ് എന്ന് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഇനി ഹിമാവൃത കാലാവസ്ഥ അല്ലെങ്കിൽ ഐസ് ക്ലൈമറ്റ്സ് എന്ന് വിളിച്ചു. അതെന്താണ്? ഉഷ്ണമേറിയ മാസത്തിലെ ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് വരുന്ന സമയത്ത് പോലും ആ പ്രദേശത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കും. ചൂട് കൂടേണ്ടതാണ് ആ സമയത്ത്. എന്നിട്ട് പോലും 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ശരാശരി താപനിലയെങ്കിൽ അത് ഏത് തരത്തിലുള്ള ക്ലൈമറ്റ് ആണ്? ഐസ് ക്ലൈമറ്റ് ആണ്, ഹിമാവൃത കാലാവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് സംശയമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. കെപ്പൻ 5 പ്രധാന കാലാവസ്ഥ ഉപവിഭാഗങ്ങൾ ഉൾപ്പെടുത്തി. 5 എണ്ണം. അതിനകത്ത് 1 ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഇംഗ്ലീഷ് പഠിച്ചു വെക്കുക, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. കാരണം ഇംഗ്ലീഷ് ഓർക്കണം എന്ന് പറയാൻ കാരണം, ഇവര് ഡിഗ്രി ലെവൽ പ്രിലിമിനറി മെയിൻസിന്റെ പരീക്ഷാ പേപ്പർ നോക്കുവാണെങ്കിൽ ഇവര് ഈ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് മലയാളത്തിലേക്ക് കൊടുക്കുന്നത്. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലതും നമുക്ക് വായിച്ചാൽ പോലും മനസ്സിലാവാത്ത സെന്റൻസുകൾ കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട് എഴുതുമ്പോൾ ഈ ഉഷ്ണമേഖലാ കാലാവസ്ഥ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, വരണ്ട കാലാവസ്ഥ, ഡ്രൈ ക്ലൈമറ്റ്, അങ്ങനെ തന്നെ എഴുതി പോവുക. അരിഡ്, സെമി അരിഡ്, അങ്ങനെ തന്നെ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചു നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സമയം ലാഭിക്കാനായിട്ട് ഏറ്റവും എളുപ്പം. ഡിഗ്രിക്കാരോടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മലയാളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ട്രാൻസ്ലേഷൻ ആകുമ്പോൾ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. സോ ഇംഗ്ലീഷ് വായിച്ചതിന് ശേഷം നിങ്ങൾ മലയാളം വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ 5 പ്രധാന ഉപവിഭാഗങ്ങളാണ് കാലാവസ്ഥയിലെ. 1 ഉഷ്ണമേഖലാ കാലാവസ്ഥ, ഊഷ്മാവ്, പ്രതിമാസ ഊഷ്മാവ് വർഷം മുഴുവൻ 18 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളെയെല്ലാം അദ്ദേഹം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഉൾപ്പെടുത്തി. ഇനി വരണ്ട കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഡ്രൈ ക്ലൈമറ്റ് ആണ്. എന്താ അത്? ഡ്രൈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് താപനിലയെക്കാളും മഴ കുറവാണെങ്കിൽ അവിടെ വരണ്ട ഏരിയ ആയിട്ട് മാറും. അവിടെ തന്നെ അദ്ദേഹം 2 ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. വരണ്ട അവസ്ഥ കുറച്ച് കുറവാണെങ്കിൽ അതിനെ അർദ്ധ മരുഭൂമി അഥവാ സെമി അരിഡ്, അതിനെ ക്യാപിറ്റൽ S എന്ന് വിളിച്ചു അദ്ദേഹം. വരൾച്ച കൂടുതലാണെങ്കിൽ അത് മരുഭൂമി പ്രദേശമായിരിക്കും, അല്ലെങ്കിൽ മരുഭൂമി കാലാവസ്ഥ. ആരിഡ്, അതിനെ അദ്ദേഹം ക്യാപിറ്റൽ W എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? വാം ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ ഈ തണുപ്പേറിയ മാസത്തില് ശരാശരി ഊഷ്മാവ് 18 ഡിഗ്രി സെൽഷ്യസിന് -3 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ട് വരിക. അതാണ് ഒരുവിധം വലിയ തണുപ്പൊന്നുമില്ല, എന്നാൽ ഒത്തിരി ചൂടുമില്ല. 18 ഡിഗ്രി സെൽഷ്യസിനും -3 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്ക് തണുപ്പ് വരിക തണുപ്പേറിയ മാസത്തില്. അതിനെ അദ്ദേഹം ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. ഇനി ശീതമിതോഷ്ണ കാലാവസ്ഥ എന്തായിരിക്കും? അവിടെ ഉഷ്ണമേറിയ മാസത്തിലാണ്. ശ്രദ്ധിക്കുക, ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. ശൈത്യമേറിയ മാസത്തിൽ ശരാശരി ഊഷ്മാവ് 18 ഡിഗ്രി സെൽഷ്യസിനും -3 ഇടയ്ക്ക് വരിക. തണുത്ത മാസങ്ങളിൽ 18 -3 ഇടയ്ക്ക്. ശീതമിതോഷ്ണം, കൂൾ ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ എന്താ? ചൂടേറിയ മാസത്തിലെ ശരാശരി 10 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ടും ശൈത്യമേറിയ മാസത്തിലെ ശരാശരി താപനില -3 ഡിഗ്രി സെൽഷ്യസിൽ കുറവുമായിരിക്കും. അവിടെയാണ് ശീതമിതോഷ്ണ കാലാവസ്ഥ. തെറ്റിക്കാതെ പഠിക്കുക. ലാസ്റ്റ് എന്താണ്? ഐസ് ക്ലൈമറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര ചൂടാണെങ്കിൽ പോലും ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് എപ്പോഴും തണുപ്പാണെന്ന് നമുക്ക് പറയാം, അല്ലെ? അതാണ് ഹിമാവൃത കാലാവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, കാലാവസ്ഥാ വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിനായിട്ട് കെപ്പൻ അക്ഷര ചിഹ്നങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ ഓരോ കാലാവസ്ഥാ വിഭാഗങ്ങളും മഴ ലഭ്യതയുടെയും അന്തരീക്ഷ താപനിലയിലെയും വ്യത്യാസങ്ങൾ അടിസ്ഥാനമാക്കി അദ്ദേഹം ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ അർദ്ധ മരുഭൂമി നമ്മൾ പറഞ്ഞു, അതിനെ അദ്ദേഹം ക്യാപിറ്റൽ S എന്ന് വിളിച്ചു. മരുഭൂമിയെ ക്യാപിറ്റൽ W എന്ന അക്ഷരങ്ങളുടെ വിളിച്ചു, അല്ലെ? അങ്ങനെ ഉപവിഭാഗങ്ങൾ വിശദമാക്കാനായിട്ട് ചെറിയ അക്ഷരങ്ങളും അദ്ദേഹം
ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപവിഭാഗങ്ങളിൽ സ്മോൾ ലെറ്റർ എഫ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തത് പര്യാപ്തമായ അളവിൽ മഴ ലഭിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആവശ്യമുള്ള രീതിയിൽ മഴ ലഭിക്കുന്നതിന് സ്മോൾ ലെറ്റർ എഫ് കൊണ്ട് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തു. ഇനി എം കൊണ്ട് റെപ്രസെന്റ് ചെയ്തത് വരണ്ട മൺസൂൺ കാലാവസ്ഥ ആയിട്ടും മഴ കാടുള്ളവ. അതായത് വരണ്ട മൺസൂൺ കാലാവസ്ഥയാണ്, പക്ഷെ അവിടെ മഴക്കാടുണ്ടെങ്കിൽ അദ്ദേഹം സ്മോൾ ലെറ്റർ എം കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. സ്മോൾ ജി ആണെങ്കിൽ അവിടെ ഗംഗാ സമതലം. സ്മോൾ ലെറ്റർ എച്ച് ആണെങ്കിൽ വരണ്ട ശീതകാലം. സി ആണെങ്കിൽ 4 മാസത്തിൽ കുറഞ്ഞ കാലയളവിൽ ശരാശരി ഊഷ്മാവ് 10 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. അതുപോലെ ഡബ്ല്യു ആണെങ്കിൽ വരണ്ടതും ചൂട് കൂടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കെപ്പൻ മാതൃകയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചോദിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.